അടിപൊളിയായിട്ടൊരു പുട്ടുണ്ടാക്കാൻ പോവാം കേട്ടോ. നമ്മളിതാ പാത്രം വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 വലിയുള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായി പച്ച ചൊയ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് ആട്ടോ ചിക്കൻ മസാല ഇടുന്നത്. അത് നന്നായി വഴറ്റി എടുക്കട്ടെ. നമ്മളിതപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബീഫാട്ടോ. ബീഫ് ഞാൻ വേവിച്ചെടുത്തിട്ട് ബീഫ് ചതച്ചെടുത്തതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. അടിപൊളിയാട്ടോ. എന്നും നമ്മൾ പുട്ടുണ്ടാക്കും. അപ്പോൾ ഇതൊരു വെറൈറ്റി പുട്ടാണ്. നമ്മളിതാ കുറച്ച് നാളികേരം ഇട്ടു, അരിപ്പൊടി ഇട്ടു, കുറച്ച് മസാല ഇട്ടു. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു തവണ അരിപ്പൊടി ഇട്ടിട്ട് നാളികേരം ഇട്ടിട്ട് ആവിയിൽ വെക്കണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അല്ലേ നമുക്ക് കറിയുടെ ആവശ്യമില്ല. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ബീഫും ചിക്കനൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി.